എൻ്റെ പേര് ഹന്ന ഷെറിൻ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ BSc B.Ed ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേജർ കെമിസ്ട്രി ആണ്, മൈനർ മാത്സ് ആണ്. ഓക്കെ, സോ NCET എന്നുള്ള ഒരു എക്സാമിനെ കുറിച്ചും അതിന്റെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ NCET ഒരു ടീച്ചർ ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ് എന്നുള്ള ആ ഒരു പ്രൊഫഷനിലേക്ക് ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള വന്ന ആൾക്കാരായിരിക്കും. അതല്ലെങ്കിൽ എന്താണ് ഡിഗ്രി പ്ലസ് ടീച്ചിങ് പ്രോഗ്രാം ആയതുകൊണ്ട് B.Ed കയ്യിൽ ഉണ്ടാവുമല്ലോ, സെക്വേർഡ് ആവാലോ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ വന്നിട്ടുണ്ടാവും. ഇപ്പൊ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഓറിയന്റേഷനിലേക്ക് കയറിയതിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇതല്ലാതെ ഞാൻ പറഞ്ഞ ഈ രണ്ട് കാരണങ്ങളല്ലാതെ വേറെ എന്ത് വെച്ചിട്ടാണ് ഈ ഒരു ഓറിയന്റേഷനിലേക്ക് കയറിയതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ഈ ഓറിയന്റേഷനിലേക്ക് കയറി എന്നതിന്? എനിബഡി, ആരെങ്കിലും ഒന്ന് പറയോ? ഫ്രീ ആയിട്ട് സംസാരിച്ചോ, നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. ഇതൊന്നും അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാള് ഉണ്ടാവുക, ഒന്നും അറിയില്ല, ജസ്റ്റ് NCET ഒന്നും അറിയാതെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നവരായിരിക്കും അല്ലേ? എനിവേ, നമ്മൾ ഒരുപാട് ഡിലേ ആക്കുന്നില്ല, നോമ്പായതുകൊണ്ട്. സോ NCET, വാട്ട് ഈസ് NCET എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ആദ്യം തന്നെ ഉത്തരം പറയാം. NCET എന്ന് പറഞ്ഞാൽ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇതൊരു എക്സാമിനേഷൻ ആണ്. ഈ എക്സാമിനേഷന് ITEP അഥവാ ITEP, ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന 4 ഇയർ 4 വർഷം കൊണ്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഡിഗ്രി പ്ലസ് B.Ed നമുക്ക് കിട്ടുന്ന, നമ്മളെ പ്രൊഫഷണൽസ് ആക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കുള്ള എക്സാമിനേഷൻ ആണ് NCET എന്ന് പറയുന്നത്. NCET ആസ് യൂഷ്വൽ നമ്മളെ എല്ലാ എക്സാമും CUET അതുപോലെ തന്നെ നെറ്റും ഒക്കെ നടത്തുന്നത് പോലെ ഈ എക്സാമും കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ NTA തന്നെയാണ്. അപ്പം വേറൊരു ബോഡിയും കൂടി ഇതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുള്ളത് NCTE എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഒരു ബോഡിയും കൂടി ഈ ഒരു NCET എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷൻ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. NCTE എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കൗൺസിൽ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയും. അതായത് നമ്മളെ ഇന്ത്യയിലുള്ള എല്ലാ ടീച്ചിങ് പ്രോഗ്രാമുകളും ഹാൻഡിൽ ചെയ്യുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബോഡിയാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പം നമ്മുടെ ITEP എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമും NCTE എന്ന് പറയുന്ന ഈ ടീച്ചേഴ്സിന്റെ ഈ കൗൺസിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സാധാ പോലെ B.Ed അതുപോലെ തന്നെ DLP ഡിപ്ലോമ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ 4 ഇയേഴ്സ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമും NCETന്റെ ഒരു അണ്ടറിൽ വരുന്ന പ്രോഗ്രാം തന്നെയാണ്. അതുകൊണ്ട് എന്താ പറയാ, എല്ലാ രീതിയിലുള്ള ഒഫീഷ്യലി ഉള്ള എല്ലാ അപ്രൂവ്മെന്റും ഉള്ള കോഴ്സ് തന്നെയാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. സോ NCET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിനേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിൽ പറയാനുള്ളത് ഈ ഒരു എക്സാമിലൂടെ നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്തിലൊക്കെ നമുക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ്. മെയിൻലി നമുക്ക് NCET എഴുതി കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഉള്ള ചില സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ അത് പ്രീമിയം യൂണിവേഴ്സിറ്റീസ്, അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റീസിലേക്ക്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കും, അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് NITസിലേക്കും IITസിലേക്കും ഇതിൽ കൂടെ എൻട്രി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ RIEസിലൊക്കെ നേരത്തെ തന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്, പക്ഷെ ഇതുപോലെ എന്താ പറയാ ഒഫീഷ്യലി ആയിട്ട് അത് വന്ന NTAന്റെ അണ്ടറിലും അതുപോലെ വന്ന ഒരു സംഭവമല്ല. സോ NCET നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാടൊന്നും ആയിട്ടില്ല ഈ ഒരു എക്സാം തുടങ്ങിയിട്ട്. CUET കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞതിന് ശേഷം 2023 ഞങ്ങളാണ് ഫസ്റ്റ് ബാച്ച്. അപ്പം 2023 ജൂലൈയിലൊക്കെ അനൗൺസ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ ഇപ്പൊ 2 എക്സാംസ് കഴിഞ്ഞു. സോ വൈ ഇനിയിപ്പം നമുക്ക് ഏകദേശം NCET എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇനി എന്തുകൊണ്ട് ഇത്
ഈ ഒരു എക്സാം? എന്തിനാണ് സാധാരണ നടക്കുന്നത് പോലെ 2 വർഷം ബി.എഡും 3 വർഷം ഡിഗ്രി കഴിഞ്ഞ് 2 വർഷം ബി.എഡ് ഒക്കെ ചെയ്ത് ആ ഒരു സിസ്റ്റത്തിൽ അങ്ങ് പോയാൽ പോരായിരുന്നോ? എന്തിനാണ് ഇപ്പൊ പുതിയതായിട്ട് CUET-ന്റെ പുറമെ പിന്നെ ഒരു NCET കൂടെ ഒക്കെ എക്സാം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ഉത്തരാണ്. സോ നമുക്കറിയാം NEP വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞോന്നറിയില്ല, ഈ ഒരു എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് NEP കാരണമാണ്. NEP വഴിയാണ് ഇതിന്റെ ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. സോ NEP-ന്റെ അണ്ടറിൽ നമുക്കറിയാം 2030 നമ്മളെ എല്ലാ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പൊ വന്ന ബുള്ളറ്റിൻ പ്രകാരം 2030 കഴിഞ്ഞാൽ ടീച്ചർ എന്നുള്ള ഒരു പ്രൊഫഷനിലേക്ക് എത്തണമെങ്കിൽ ITEP പ്രോഗ്രാം കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ പറ്റുന്നു പറയുന്നുണ്ട്. ബട്ട് ഇപ്പം കുറച്ച് കറന്റ്ലി വേറെ കുറച്ച് ന്യൂസും കൂടി കേൾക്കുന്നുണ്ട്. അതായത് 2 year ബി.എഡും എക്സിസ്റ്റ് ചെയ്യും, 1 year ബി.എഡ് കംബാക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ബട്ട് 2030 ആവുന്നതോടുകൂടെ ITEP പ്രോഗ്രാമിന് അത്യാവശ്യം നല്ലൊരു വാല്യൂ ഉള്ള ഒരു കോഴ്സായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം അതിലൂടെ മാത്രമാണ് ടീച്ചർ എടുക്കുക. കാരണം 4 years ത്രൂ ഔട്ട് ബി.എഡ് സബ്ജക്ട് പഠിച്ച് ഡിഗ്രിയും കൂടി പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ. സോ ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും 5+3+3+4 ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളെ കംപ്ലീറ്റ് ഗ്രേഡിംഗ് സിസ്റ്റം, അതായത് പ്രീ സ്കൂൾ ടു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി വരെയുള്ള കംപ്ലീറ്റ് സംഭവം 5+3+3+4 എന്നുള്ള ഒരു ഇതിലേക്ക് മാറാണ്. അതായത് പ്രീ ക്ലാസ്സും അതുപോലെ ഫൗണ്ടേഷൻ ആയിട്ട് ആ ഒരു ഫസ്റ്റത്തെ നമ്മളെ 5 വർഷം മൊത്തത്തിൽ ഫൗണ്ടേഷൻ കോഴ്സ്, ഫൗണ്ടേഷൻ എന്ന ഒരു ഗ്രേഡ് ആയിട്ടും, അത് കഴിഞ്ഞിട്ട് അതായത് ക്ലാസ് 2 വരെ, 2 കഴിഞ്ഞിട്ട് 3, 4, 5 ഇത് ഒരു കാറ്റഗറി ആയിട്ട് വരുന്നു. അത് മിഡിൽ ക്ലാസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ 9th, 10th, 11th വരുന്നു. അത് ലാസ്റ്റ് സെക്കൻഡറി ആയിട്ട് വരും. അപ്പം ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, ലാസ്റ്റ് ആയിട്ട് വരുന്നത് സീനിയർ. ഇതില് 3, 4, 5 എന്നുള്ളത് പ്രിപ്പറേറ്ററിയും 6, 7, 8 മിഡിലാണ് കേട്ടോ വരുന്നത്, മിഡിൽ ക്ലാസ് ആയിട്ടാണ് വരുന്നത്. സോ എന്താണ് വൺ ഓഫ് ദ എന്താ പറയാ വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മളെ NEP തന്നെയാണ്. NEP-യുടെ എല്ലാ സിസ്റ്റം മാറുന്നതിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് ഈ ഒരു കോഴ്സിലേക്ക് ഇനി വരുന്ന കുട്ടികൾ ടീച്ചർ എന്ന പ്രൊഫഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ഏറ്റവും ബെറ്റർ വളഞ്ഞു തിരിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഒരു 1 year ബി.എഡോ 2 year ബി.എഡോ നമുക്കറിയില്ല ഉണ്ടാവോ ഇല്ല എന്നുള്ളത്, അതെടുത്തൊക്കെ വരുന്നതിനെക്കാട്ടി നല്ല ടീച്ചർ എന്നുള്ള പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ട് 12th കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ITEP എന്ന് പറയുന്നത്. വേറെ ഇതിനു മുന്നേ ഒന്നും നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു 12th കഴിഞ്ഞ് ഡയറക്റ്റ് പോകാൻ പറ്റുന്നത്. സോ അതാണ് വൺ ഓഫ് ദ തിങ്. പിന്നെ 4 വർഷം കൊണ്ട് നമ്മൾ പ്രൊഫഷണൽസ് ആവും എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ടൈം ഇനി അഥവാ 2 year ബി.എഡും 1 year ബി.എഡും ഉണ്ടെങ്കിലും തന്നെ നമ്മളെ ടൈം ഒരുപാട് പോകും. കാരണം ഡിഗ്രി തന്നെ 4 year ആയിട്ട് മാറാൻ പോവുകയാണ്. ആ 4 year കഴിഞ്ഞ് പിന്നെ 2 year ചെയ്യുമ്പോഴേക്ക് ഒരു 6 വർഷമൊക്കെ കഴിയും. നമ്മളൊരു ടീച്ചർ എന്നുള്ള പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ടൈം എടുക്കും. സോ ടൈമും ലാഭിക്കാം എന്നുള്ളതാണ്. പിന്നെ മോറോവർ വേറൊരു കാര്യം നമുക്ക് അറിയാതിരിക്കുന്നതൊക്കെ, നാട്ടിൽ നമുക്കൊരു ബി.എഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സീറ്റ് ഗവൺമെന്റ് കോളേജസിൽ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഇനി അതല്ല നമ്മൾ പ്രൈവറ്റ് കോളേജസിൽ ബി.എഡിന് വേണ്ടിയിട്ട് ചേരാൻ പോവുകയാണെങ്കിൽ തന്നെ അത് ഭയങ്കര ഫീസൊക്കെ വരുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും നമുക്ക് എല്ലാ രീതിയിലും നോക്കുന്ന സമയത്ത് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള 4 year ബി.എഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇത് ഈ CUET-ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം NCET കൂടി എഴുതുന്നത് സിമ്പിൾ ആയിരിക്കും. കാരണം ഒരു സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. NCET-നെ പോലെ തന്നെ CUET-നെ പോലെ തന്നെ മേജർ മൈനർ ഒക്കെ മേജർ അല്ല ഡൊമൈൻ സബ്ജക്ട്സ്, അതുപോലെ തന്നെ ലാംഗ്വേജസ് എല്ലാം എഴുതണം. പിന്നെ ജനറൽ ടെസ്റ്റ് ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് വരുന്നത്
ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, അത് മാൻഡേറ്ററി ആണ്, എല്ലാവരും എഴുതണം. ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് എന്താണ് NCET, അതുപോലെ തന്നെ എന്തുകൊണ്ട് NCET വന്നു, NCET എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞതാണ്. സോ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നമുക്ക് ഡിഗ്രി കിട്ടും. അത് ചില സ്ഥലത്ത് ഹോണേഴ്സ് കിട്ടുന്നുണ്ട്, അത് സ്റ്റിൽ കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഹോണേഴ്സ് ഉണ്ടാവുമോ, റിസർച്ച് ഉണ്ടാവുമോ? ഈവൻ ഞങ്ങൾ തന്നെ ടീച്ചേഴ്സിനോട് ചോദിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയുന്നു ഹോണേഴ്സ് ഉണ്ടാവില്ല. എനിവേ നമുക്ക് ഡിഗ്രി ഉണ്ടാവും. അപ്പം ഫേർദർ ആയിട്ട് ഇനി ഒരാൾക്ക് ടീച്ചിങ് താല്പര്യമില്ല, കണ്ടിന്യൂ ചെയ്യാണ്, ഈ ഒരു റിസർച്ചിലേക്കാണ് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആഫ്റ്റർ ഐറ്റപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അയാൾക്ക് മാസ്റ്റേഴ്സ് എടുക്കാം, എന്നിട്ട് റിസർച്ചിലേക്ക് പോകാനും പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് NCET അതുപോലെ തന്നെ ഐറ്റപ്പ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഐ തിങ്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മൊത്തത്തിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഇതിന്റെ അടുത്ത് ക്ലിയർ ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ലാസ്റ്റ് ക്ലിയർ ചെയ്യുന്നതാണ്. സോ ഇനി NCET എന്ന എക്സാമിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെ എക്സാമിനേഷൻ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ മെയിൻലി പറയുകയാണെങ്കിൽ CUT പോലെ തന്നെ ഒരു 4 സെക്ഷൻസ് ഉണ്ട് നമുക്ക്. അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ചൂസ് ചെയ്യാനാണ്. കമ്പൽസറി ആയിട്ട് നമുക്ക് ഇതിലൊരു 7 പേപ്പേഴ്സ് വരും കേട്ടോ, എങ്ങനെ നോക്കിയാലും. കാരണം അങ്ങനെയാണ്. 2 ലാംഗ്വേജസ് ഉണ്ട്, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ആയിട്ട് 38 ലാംഗ്വേജസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 2 ലാംഗ്വേജസ് നമ്മൾ ചൂസ് ചെയ്യണം. ലാംഗ്വേജ് 1 ചൂസ് ചെയ്ത, അതായത് സെക്ഷൻ 1 ലാംഗ്വേജസ് ആണ് വരുന്നത്. അതിൽ തന്നെ 2 ലാംഗ്വേജസ് ചൂസ് ചെയ്യണം. ആദ്യം ചൂസ് ചെയ്ത ലാംഗ്വേജ് ആയിരിക്കരുത് രണ്ടാമത് ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് പലരും കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ അടുത്ത് ഡൗട്ട് വെച്ചൊരു കാര്യമാണ്, സെയിം ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. നമ്മളെ പ്രോസ്പെക്ടേഴ്സിൽ ഡിഫറെന്റ് ലാംഗ്വേജസ് തന്നെ ചൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് സെക്ഷൻ A ലാംഗ്വേജ്, സെക്ഷൻ ബിയിലേക്ക് വരുന്നത് ഡൊമൈൻ സബ്ജക്റ്റ് ആണ്. 26 ഡൊമൈൻ സബ്ജക്ട്സ് ഉണ്ട്. അതിൽ 3 ഡൊമൈൻ സബ്ജക്ട്സ് നമ്മൾ എന്തായാലും ചൂസ് ചെയ്യണം. ആ ഡൊമൈൻ സബ്ജക്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്ഷൻ സിയിൽ വരുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. ജനറൽ ടെസ്റ്റ് മാൻഡേറ്ററി ആണ്, എല്ലാവരും ജനറൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. CUT-ലാണെങ്കിൽ ജനറൽ ടെസ്റ്റിന് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഓപ്ഷൻ ഇല്ല, മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. 4-മതായിട്ട് വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതാണ് നമ്മളെ CUT-ൽ നിന്ന് NCET-നെ ഡിഫറെന്റ് ആക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ നോക്കാനുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയട്ടെ, നിങ്ങൾ നോക്കുന്ന യൂണിവേഴ്സിറ്റി, നിങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റീസ് ഒക്കെ നോക്കുന്നുണ്ടാവും. ആ യൂണിവേഴ്സിറ്റി പ്രത്യേകം പറയുന്നുണ്ടാവും ഒരേ എലിജിബിലിറ്റി ആയിട്ട്. ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ പറയാണ്, NIT കാലിക്കറ്റ് നോക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ NIT കാലിക്കറ്റ് പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് ഫിസിക്സിൽ മേജർ സബ്ജക്റ്റ് ആയിട്ട് BSc B.Ed ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ടും ആ ഒരു സബ്ജക്ട് +2 പഠിച്ചിരിക്കുന്നുണ്ടാവണം, ആ സബ്ജക്ട് നമ്മൾ എഴുതിയിട്ടും ഉണ്ടാവണം NCET-ൽ നിന്ന്. അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റിയും, നിങ്ങൾ നോക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ NCET-ന്റെ സൈറ്റിൽ നമുക്ക് നോക്കിയാൽ കാണാം യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് BSc B.Ed BA B.Ed അതും കാണിക്കും, അതിനുള്ള എലിജിബിലിറ്റിയും കാണിക്കും. സോ അത് പോയി നോക്കിയിട്ട് വേണം നിങ്ങൾ സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര പേപ്പേഴ്സ് എഴുതണം, എത്ര ഡൊമൈൻസ് എഴുതണം, ഏത് ഡൊമൈൻസ് എഴുതണം എന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണം. സോ ഇതൊക്കെയാണ് നമ്മൾ ഡൊമൈൻസ് അതുപോലെ ലാംഗ്വേജസും പേപ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം പറയാം. ലാംഗ്വേജിൽ വരുന്നത് ടോട്ടലായിട്ട് നമുക്ക് 23 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 23 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റ് ആണെങ്കിൽ 28 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 25 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. പിന്നെ സെക്ഷൻ ജനറൽ ടെസ്റ്റിലായാലും 23 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്,
അത് സോറി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ 23 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ജനറൽ ടെസ്റ്റിൽ 28 ക്വസ്റ്റ്യൻസ് വരും, 25 അറ്റൻഡ് ചെയ്യണം. അതായത് ടോട്ടൽ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻ ആയിരിക്കും, നമുക്ക് ചൂസ് ചെയ്യാം. എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ എക്സാമിന്റെ മീഡിയം ആണ്. നമുക്ക് ഇംഗ്ലീഷിലും അതല്ലെങ്കിൽ മീഡിയം മലയാളം വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇതൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ റിസർവേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ NCERT റിസർവേഷനിൽ വരുന്നത് ജനറൽ OBC റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ SC ST ആ ഒരു കാറ്റഗറിയിൽ വരുന്നതും ഉണ്ട്. OBC ആണെങ്കിൽ 1000 ആണ് ഫീ, അതായത് അപ്ലിക്കേഷൻ കൊടുക്കുന്ന NCERT അപ്ലിക്കേഷന്റെ 1000 ആണ് ഫീ. SC ST ആണെങ്കിൽ 650 ആണ്. ജനറൽ ആണെങ്കിൽ 1200 ആണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ടൈം കുറവായതുകൊണ്ട് എനിക്കൊരു PPT റെഡിയാക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ PPT സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ലാസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. PPT സെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ദെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു എത്ര ക്വസ്റ്റ്യൻസ് വരുന്നു. ടോട്ടൽ ആയിട്ട് പറയുകയാണെങ്കിൽ 181 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 160 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ദെൻ എക്സാം എപ്പം വരും, എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എക്സാം മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആയിരിക്കും. അതായത് ഡിപ്പെൻസ് അപ്പോൺ ദ ആപ്ലിക്കേഷൻ നമ്പർ. ചിലപ്പോൾ ഒരു ദിവസം 2 ഷിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം നടത്താം, അതല്ലെങ്കിൽ 2 ഡിഫറെന്റ് ഡേയ്സിലായിട്ട് വരാം. എങ്ങനെ ആയാലും 3 hours ആയിരിക്കും ഒരു എക്സാമിന് ഉണ്ടാവുക. 3 മണിക്കൂർ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ടൈം കിട്ടും. ദെൻ എന്താണ് പിന്നെ എക്സാം സിറ്റി ചൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ 1 to 9ഓളം സിറ്റീസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കോഴിക്കോട് ഉണ്ട്, അതുപോലെ കോട്ടയം. ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും നമുക്ക് സിറ്റി ചൂസ് ചെയ്യാൻ പറ്റും. 2 ഓപ്ഷൻസ് കൊടുക്കും. അതിൽ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് എക്സാമിനേഷൻ സെന്റർ ആയിട്ട് കിട്ടും. സോ ഈ ഒരു സിലബസ് ഞാൻ പറഞ്ഞില്ലേ, ഡൊമൈനും അതുപോലെ തന്നെ ലാംഗ്വേജ്, ജനറൽ ടെസ്റ്റ്, അതിന്റെ ഒക്കെ സിലബസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡൊമൈൻ സബ്ജക്റ്റിന് നമ്മൾ 12th തന്നെയാണ്, 12th പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് വരിക. അത് അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ലിങ്ക് തന്നെയാണ് exams.nta.ac.in എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ സിലബസും യൂണിവേഴ്സിറ്റീസും ഒക്കെ കാണാൻ പറ്റും. അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഞാൻ വേണേൽ റഫ് ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഡൊമൈൻസ് ആണെങ്കിൽ 12th സബ്ജക്ട്, ലാംഗ്വേജ് ആണെങ്കിൽ കോംപ്രഹെൻഷൻ, റീഡിങ്, അതുപോലെ തന്നെ ഗ്രാമർ കാര്യങ്ങളൊക്കെയാണ് ലാംഗ്വേജസിൽ വരിക. പിന്നെ ഈ ലാംഗ്വേജസിൽ മലയാളം ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ലാംഗ്വേജ് 1, 2 എന്നുള്ളതുകൊണ്ട് ലാംഗ്വേജ് 1 ഇംഗ്ലീഷ് ചൂസ് ചെയ്താൽ ലാംഗ്വേജ് 2 മലയാളം ചൂസ് ചെയ്യാം. ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ ജനറൽ ടെസ്റ്റിന് കറണ്ട് അഫയേഴ്സ്, അതിന് ഓൾമോസ്റ്റ് CUET സിലബസ് തന്നെ. കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അറിയാത്തൊരു സബ്ജക്റ്റാണ്, +2 + 1 ഒന്നും പഠിക്കാത്ത സബ്ജക്റ്റാണ് ഈ ടീച്ചിങ് സയൻസ്, അതുപോലെ പെർഫോമിംഗ് ആർട്സ്, അതുപോലെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില എന്താ പറയാ കുട്ടികൾക്ക് വരുന്ന ചില എന്താ പറയാ ഡിസാബിലിറ്റീസ്, ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും അങ്ങനെ എല്ലാം കൂടി ജനറൽ ടെസ്റ്റിൽ ചില ടോപ്പിക്സും കൂടി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ സൈറ്റിൽ പോയിട്ട് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക. സോ സിലബസ് പറഞ്ഞു. ദെൻ എക്സാമിനേഷന് എത്രയാണ്, നമ്മൾ കറക്റ്റ് ആൻസറിന് നമുക്ക് 4 മാർക്ക് കിട്ടും. അതുപോലെ ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ -1 ഉണ്ട്. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സൂക്ഷിച്ച് എക്സാം എഴുതണം. അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോവണം, കറക്കി കുത്തരുത്. പിന്നെ അൺആൻസേർഡ് ആയിട്ടുള്ള, അതായത്
ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ 0 മാർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് ഡ്രോപ്പ് ചെയ്തവർക്ക് എല്ലാവർക്കും കിട്ടും എന്നാണ് പറയുന്നത്. ഇനി ഓപ്ഷൻസ് ആൻസേഴ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ അറ്റൻഡ് ചെയ്തവർക്ക് മാത്രം കറക്റ്റ് ആൻസർ കിട്ടും, അറ്റൻഡ് ചെയ്യാത്തവർക്ക് മാർക്കൊന്നും കിട്ടൂല എന്നാണ് നമ്മളെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇനി പറയാനുള്ളത് ഓക്കെ, നമ്മള് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് എക്സാംസ് എഴുതി, എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ റിസൾട്ട് അപ്ലൈ ചെയ്ത് റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ NTA റോൾ അവിടെ കഴിയുന്നുണ്ട്. കാരണം NTA എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ എക്സാം കണ്ടക്ട് ചെയ്യുക എന്ന ആ ഒരു പ്രോസസ്സ് മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു, എക്സാം എഴുതി, റിസൾട്ട് ഡിക്ലെയർ ചെയ്തു. പിന്നെ റിസൾട്ട് പറയുകയാണെങ്കിൽ UT തന്നെ പെർസെന്റൈൽ ആ ഒരു വേ ആയിരിക്കും നമ്മൾ എക്സാം എഴുതിയതിന്റെ മാർക്കൊക്കെ വെച്ചിട്ട് ഒരു ഓവറോൾ സംഭവം നോക്കിയിട്ട് വരുന്ന ആ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാവുക. നമ്മൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നോക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത് വിളിക്കും. സെപ്പറേറ്റ് ആയിട്ട് ലിങ്ക് പോർട്ടൽ ഓപ്പൺ ചെയ്യും, ആ യൂണിവേഴ്സിറ്റീസിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യും. അപ്പം ആ യൂണിവേഴ്സിറ്റിന്റെ ലിങ്ക് കയറിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. പിന്നെ ഞാൻ എടുത്തിട്ട് പറയാണ്, നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾ നോക്കുന്ന യൂണിവേഴ്സിറ്റീസിന്റെ സൈറ്റ്, അതായത് ഐറ്റപ്പിന്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പൊ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസും NCT എക്സാം കഴിഞ്ഞിട്ടായിരിക്കും, NCT എക്സാം കഴിഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ടായിരിക്കും സൈറ്റ് ഓപ്പൺ ചെയ്യാൻ ചാൻസ്. പക്ഷെ ഇപ്പൊ ഇവിടെ AMUന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു AMUന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. NCTക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പൊ തന്നെ NCTന്റെ വെബ്സൈറ്റിൽ കയറി NCTക്ക് അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് AMUന്റെ സൈറ്റിൽ കയറിയിട്ട് AMUലും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങള് ഒരു യൂണിവേഴ്സിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റീസിന്റെ എല്ലാ അപ്ഡേറ്റ്സും ഇപ്പൊ തന്നെ നോക്കി തുടങ്ങുക. ഓരോ അതിനെ കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. NCT മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കരുത്. സോ ഇനി എവിടൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഒരു വേറെ പ്രധാന ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. എവിടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, എവിടൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ മെയിൻലി പറയുകയാണെങ്കിൽ കുറെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒന്നുമില്ല, കേരളത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് 3 സ്ഥലത്താണ് ഈ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ NIT കാലിക്കറ്റിൽ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. ഇതിന്റെ ഏറ്റവും നല്ലൊരു വശം എന്ന് പറയുന്നത്, ഈ സയൻസ് സ്റ്റുഡൻസ് റിപ്പീറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, JEE ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എന്താ പറയാ, NITസിലും IITസിലും കയറണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിലുള്ള ഒരു നല്ലൊരു വേ ആണ് ഇത്. നമ്മൾ ഉദ്ദേശിച്ച എഞ്ചിനീയറിംഗ് ആ ഒരു വേ ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് പഠിക്കാം, നമ്മളൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ നോക്കുകയാണെങ്കിൽ NITസിലും IITസിലും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു തരുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ. സോ NIT കാലിക്കറ്റ് ആണ് കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നമ്മളെ BA BEdും BSc BEdും BCom BEdും ഇത് 3 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഏതൊക്കെ കോമ്പിനേഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒരു സാൻസ്ക്രിറ്റ് കോളേജ്, അത് തൃശ്ശൂരുള്ള ഒരു കോളേജിലാണ് പിന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കേരളത്തിൽ മാത്രം ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് എടുത്തു പറഞ്ഞതാണ്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഇത് കുറെ ക്വയറീസ് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ഏതൊക്കെ സബ്ജക്ട്സ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ BSc BEd, ആദ്യം പറയാൻ പോകുന്നത് BSc BEd ആണ്. BSc BEdൽ ഫിസിക്സ് മൈനർ ആയിട്ടും ഫിസിക്സ് മേജർ ആയിട്ടും മൈനർ ആയിട്ട് മാത്സ് കെമിസ്ട്രി. അപ്പൊ മേജർ ആയിട്ട് ഫിസിക്സ് മാത്രം ചൂസ് ചെയ്യാനേ കഴിയുള്ളൂ BSc BEd നോക്കുന്ന കുട്ടികൾക്ക്. പിന്നെ 1 മോർ BSc BEd സുവോളജി ഉണ്ട്, അവർക്ക് മൈനർ ആയിട്ട് വരിക.
ബോട്ടണി കെമിസ്ട്രി ആയിരിക്കും. അതായത് മേജർ ആയിട്ട് സുവോളജിയും ഫിസിക്സും ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ BA-BEd പറയുകയാണെങ്കിൽ എക്കണോമിക്സ് മേജർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്കണോമിക്സ് മേജർ ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാത്സും ഇന്റർനാഷണൽ സ്റ്റഡീസും ഇന്റർനാഷണൽ റിലേഷൻസും ആയിരിക്കും മൈനർ സബ്ജക്ട്സ് ആയിട്ട് വരിക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, അതുപോലെ തന്നെ കൾച്ചറൽ സ്റ്റഡീസ്, ഇത് രണ്ടുമായിരിക്കും മൈനർ ആയിട്ട് വരിക. പിന്നെ ബികോം BEdും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ NIT കാലിക്കറ്റിൽ നമുക്ക് മേജർ ഫിസിക്സ് ചൂസ് ചെയ്യാം, കെമിസ്ട്രി ചൂസ് ചെയ്യാം, മാത്സ് ചൂസ് ചെയ്യാം. ബയോളജി സ്റ്റുഡൻസ് ആരെങ്കിലും NITസും IITസും നോക്കുന്നുണ്ടെങ്കിൽ അത് ആസ് ഫാർ ആസ് മൈ നോളജ് NITസിലും IITസിലും എവിടെയും ബയോളജി പ്രൊവൈഡ് ചെയ്യുന്നില്ല. മോസ്റ്റ്ലി റെയർലി എവിടെ എങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാവും. ആരെങ്കിലും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് NIT IITയിൽ ബയോളജി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോക്കാം. നമുക്ക് മെയിൻലി എന്താണ് NITസിലും IITസിലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആരെങ്കിലും അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഒരു സ്റ്റഡി നടത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ NIT കാലിക്കറ്റിന് കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ എഴുതുന്ന സബ്ജക്റ്റ് ബയോളജി എഴുതിയിട്ട് കാര്യമല്ല. മേജർ കെമിസ്ട്രി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു പേപ്പർ ബയോളജി എഴുതിയിട്ട് കാര്യമല്ല കേട്ടോ. NITസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പേപ്പേഴ്സ് ഫിസിക്സും മാത്സും കെമിസ്ട്രിയും തന്നെ എഴുതണം. NITസിൽ കെമിസ്ട്രിക്കോ ഫിസിക്സിനോ മാത്സിനോ മേജർ ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ. ദെൻ ഇനി കേരളത്തിന്റെ പുറത്തുള്ള 2-3 യൂണിവേഴ്സിറ്റീസ് ഞാൻ പറയാം എവിടൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും സൗത്തേക്ക് നോക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ BSc BEdും BA-BEdും ഉണ്ട്. BSc BEd മേജറും ബോത്ത് മേജർ ആൻഡ് മൈനർ ആയിട്ട് കിട്ടുന്ന സബ്ജക്റ്റ് ആട്ടോ ഞാൻ പറയുന്നത്. BSc BEd തരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ബയോളജി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റീസിലും ഇല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്ട്സ് BSc BEdൽ മേജർ ആയിട്ടും മൈനർ ആയിട്ടും ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ BA-BEdൽ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഈ ഒരു 3 സബ്ജക്ട്സ് ആണ് മേജർ ആയിട്ടും മൈനർ ആയിട്ടും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റീസിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ പിന്നെ മെയിൻ ആയിട്ട് ഡൽഹി ഓറിയന്റഡ് ആയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റീസിൽ ഏതൊക്കെ വരുന്നുണ്ട് നോക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റീസിൽ ഐ തിങ്ക് 2023 ഒരു കോഴ്സിലേക്ക് ഇല്ല. ലാസ്റ്റ് ഇയർ ആണ് ആദ്യമായിട്ട് ഐറ്റപ്പിലേക്ക് ഇൻടേക്ക് വന്നത്. സോ അവിടെ ആകെ 3 കോളേജസിലാണ് ഡൽഹി യൂണിവേഴ്സിറ്റീസ്. അതും ഗേൾസിനാണ് കേട്ടോ. ഗേൾസിനാണ് മെയിൻലി എനിക്ക് തോന്നുന്നത് അവിടേക്ക് ഇൻടേക്ക് വന്നത്. അതിൽ തന്നെ BA-BEd മാത്രം. BSc BEd ബയോളജി സ്റ്റുഡൻസിനൊന്നും ഡൽഹി യൂണിവേഴ്സിറ്റീസിലേക്കും അതുപോലെ തന്നെ സയൻസ് സ്റ്റുഡൻസിന് തന്നെ പറ്റുന്നില്ല തോന്നുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി. ഓൺലി BA-BEd സ്റ്റുഡൻസ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതിൽ ഹിസ്റ്ററിയിൽ മേജർ ചെയ്യാം, പൊളിറ്റിക്സ് മേജർ ചെയ്യാം, ഫിലോസഫി ഏതോ ഒരു കോളേജിൽ കുറച്ചധികം മേജർ സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെയിൻലി വരുന്നത് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഇത് നമുക്ക് കിട്ടുന്നുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെ ഡിസ്റ്റൻസ് ആയിട്ട് ഇരുന്ന് പഠിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഐറ്റപ്പ് പ്രോഗ്രാം ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ല. ഡൽഹിയിൽ വന്നിട്ട് തന്നെ പഠിക്കണം. പിന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബോത്ത് BSc BEdും BA-BEdും ഉണ്ട്. ഇതില് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ അതുപോലെ തന്നെ സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഈ ഐറ്റപ്പ് പ്രോഗ്രാം ചൂസ് ചെയ്യുന്ന സമയത്ത് അതിലും ഉണ്ട് കാറ്റഗറി. ഇപ്പൊ ഞങ്ങൾ ഇവിടെ AMUൽ ഞാൻ ചെയ്യുന്നത് സെക്കൻഡറി ആണ്. അതായത് ഞാൻ സെക്കൻഡറി BEd ക്വാളിഫൈഡ് ആയി. അതായത് 10th 12th 11th 12th ഇതുവരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന BEd. അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓരോ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന കാറ്റഗറി ഉണ്ടാവും. ഇതിൽ ഏത് ക്ലാസ്സിന് പഠിപ്പിക്കുന്ന BEd ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ DUന്റെ കേസിൽ പറയുകയാണെങ്കിൽ മിഡിൽ ക്ലാസ്സും അതുപോലെ തന്നെ സെക്കൻഡറി
ഈ ഒരു രണ്ട് കാറ്റഗറിയിൽ ആണ് DU വരുന്ന B.Ed പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ AMU നോക്കുകയാണെങ്കിൽ AMU സെക്കൻഡറി ആണ് വരുന്നത്. പിന്നെ കേരള യൂണിവേഴ്സിറ്റി ഐ തിങ്ക് ഒരു പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. നമ്മൾ നോക്കുന്ന ഐറ്റ പ്രോഗ്രാമിൽ ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെ ആണ് പഠിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ ഒരു B.Ed പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ നോക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റിന്റെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ ബ്രോഷർ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുക. ചില യൂണിവേഴ്സിറ്റീസ് ഒന്നും ഓരോ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തതുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്താണ് അവിടെ പഠിക്കുന്ന ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സോഴ്സ് അറിഞ്ഞിട്ട് ഒക്കെ നോക്കേണ്ടി വരും. ദെൻ എല്ലാം പറഞ്ഞല്ലോ. പിന്നെ എക്സാമിനേഷൻ ഇതിൽ എല്ലാവരും അറിയാന്നറിയില്ല, എല്ലാവരും അപ്ലൈ ചെയ്തോ എന്ന് എനിക്കറിയില്ല. അപ്ലൈ ചെയ്യാത്തവരായിട്ട് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം കയറിയതൊക്കെ ഉണ്ടവരുണ്ടെങ്കിൽ ഐറ്റ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഉള്ളത്. അപ്പം ലാസ്റ്റ് ഡേറ്റ് 16th ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. മാർച്ച് 16th ആണ്. ഫെബ്രുവരി 20th തുടങ്ങിയിട്ടുണ്ട് അപ്ലിക്കേഷന്. ലാസ്റ്റ് ഡേറ്റ് 3 ദിവസം കൂടെ ഉള്ളൂ. ആരെങ്കിലും ഇനിയും ആഗ്രഹിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പോയി അപ്ലൈ ചെയ്യുക. അങ്ങോട്ട് രണ്ട് ഭാഗത്തേക്ക് സംശയമാണെങ്കിലും ഒന്ന് പോയി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോ വേണ്ടാന്നാണെങ്കിലും നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ലേ ഇത്. അപ്പൊ അതിൻ്റെതായ ഒരു സംഭവം വേറെ തന്നെ ഒരു സാധനമാണ്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അത് പ്ലസ് പോയിന്റ് ആണ്. നമ്മൾ അതിൽ പാസ് ആയിട്ടില്ലെങ്കിലും ഫെയിൽ ആയാലും എന്തായാലും കുറെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഫേസ് ചെയ്യൽ നല്ലൊരു കാര്യമാണ്. ദെൻ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും പോയി അപ്ലൈ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ദെൻ എന്താണ് ലാസ്റ്റ് ഡേറ്റ് 16th ആണ്. ഓക്കെ. ദെൻ കറക്ഷൻ. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ച് മേജർ മൈനർ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നത് അത് ഇത് അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ 18-19 മാർച്ച് 18-19 കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അപ്പം അത് നോക്കുക എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ. പിന്നെ ഏപ്രിൽ 29 എക്സാം തുടങ്ങുമെന്ന് കറക്റ്റായിട്ട് നമ്മളെ ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം NTA ഒന്നും തന്നെ തെറ്റിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 29 തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ 1, 2, 3 ദിവസം തന്നെ അഡ്മിറ്റ് കാർഡ് ഔട്ട് ചെയ്യും. ദെൻ നമ്മൾ പറഞ്ഞ സിറ്റി ഡിക്ലെയർ ചെയ്യുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് എന്നുള്ളതൊക്കെ. ദെൻ ഓക്കെ.